ഒരു ഗ്രാമത്തിൽ മദൻ തന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുകയായിരുന്നു. മദന് സെക്കൻഡ് മാരേജ് നിമിതയോടൊപ്പം നടന്നു. മദന് 2 മകന്മാരുണ്ടായിരുന്നു, സിബു പിന്നെ വീരു. പക്ഷേ നിമിതയ്ക്ക് സിബുവിനോടായിരുന്നു സ്നേഹം കൂടുതൽ. വീരു പഠിക്കുന്നതോടൊപ്പം തന്നെ വയലിൽ തന്റെ അച്ഛന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സിബു സന്തോഷത്തോടെ പാൽ കുടിച്ചുകൊണ്ടിരുന്നു, പിന്നെ വീരു പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് നിമിത വന്നു. സന്ധ്യയായി, വയലിലേക്ക് പോകേണ്ടത് തന്നെല്ലോ. എപ്പോഴും ഇങ്ങനെ ബുക്ക് തന്നെ വായിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാനാ? അമ്മേ, പഠിക്കേണ്ടതും പ്രധാനമല്ലേ? ബുക്ക് നമുക്ക് ആഹാരം നൽകില്ല. അമ്മേ, സിംബുവിന് ഒരു പണിയില്ലല്ലോ, അപ്പൊ അവനെ പാടത്തിലോട്ട് അയക്ക്. എന്തിനാ നീ എപ്പോഴും സിബുവിനെ കുറ്റം പറയുന്നത്? നീ എണീറ്റ് പോ. സിബു വയലിലേക്ക് പോയാൽ കറുത്തു പോകും. ശരി, ഞാൻ തന്നെ പൊയ്ക്കോളാം. പക്ഷെ ഞാൻ ബൈക്കും കൊണ്ടേ പോകൂ. ഇല്ല, നടന്നു പോ. നീ എന്താ നാട്ടിലേക്കാണോ പോകുന്നേ? ബൈക്കിൽ പോകാൻ. വീരു ഒന്നും സംസാരിച്ചില്ല. ബുക്ക് മൂടി വെച്ചിട്ട് വയലിലേക്ക് പോയി. ഒരു ദിവസം രാവിലെ വീരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി നഗരത്തിലേക്ക് പോയി. അച്ഛ, എനിക്ക് ബൈക്ക് വേണം. എങ്ങനെ അച്ഛാ ഞാൻ നടന്നുപോയി അത്രയും സാധനങ്ങൾ കൊണ്ടുവരിക? ഈ വീട്ടിൽ എനിക്ക് എങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മോനെ. ആ, എന്നെ ചീത്തയെന്ന് പറയടാ. അമ്മ, എനിക്ക് ബൈക്ക് താ. നിമിത എന്തോ പറയാൻ വന്നപ്പോൾ അതിനു മുൻപ് തന്നെ സിബു പറഞ്ഞു, അമ്മേ, എന്റെ ബൈക്ക് ആർക്കും കൊടുക്കരുത്. ഇവന് വേണമെങ്കിൽ സൈക്കിൾ എടുക്കാമല്ലോ. എനിക്ക് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോണം. എനിക്ക് ബൈക്ക് വേണം. അതിന് ഗ്രൗണ്ട് ഇവിടെ അടുത്തല്ലേ? നിനക്ക് വേണമെങ്കിൽ നടന്നു പോകാലോ. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഞാൻ എങ്ങനെയാ കൊണ്ടുവരിക? എപ്പോ നോക്കിയാലും എന്റെ മോനോട് തന്നെ തല്ലുകൂടല്ലേ. നീ പോ, നീ എങ്ങനെ വേണമെങ്കിലും പോ, പക്ഷെ ബൈക്ക് തരില്ല. വീരുവിന് ബൈക്ക് കിട്ടിയില്ല. പിന്നെ ഇന്നും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അവൻ സൈക്കിളിൽ തന്നെ നഗരത്തിലേക്ക് പോയി. സിബു അവന്റെ അമ്മ കാരണം വല്ലാതെ മോശമായി പോവുകയായിരുന്നു. അതുകൊണ്ട് അവൻ വീട്ടിലും ഒരു ജോലിയും ചെയ്യില്ല, വയലിലും ചെയ്യില്ല. അവൻ സ്കൂളിലും പോകില്ല. പക്ഷെ വീരു കോളേജിൽ പഠിക്കാൻ പോയി. വീരുവിന് അന്ന് കോളേജിൽ പോകാൻ സമയമായി. വീട്ടുകാരോട് ബൈക്ക് വാങ്ങിത്തരാൻ പറഞ്ഞാൽ അവരാരും വാങ്ങിത്തരില്ല. ഇവിടുന്ന് കോളേജിലേക്ക് 25 കിലോമീറ്റർ ദൂരമുണ്ട്. സൈക്കിളിൽ വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പോഴാണെങ്കിൽ സാധനങ്ങളും കൊണ്ടുവരണം. പക്ഷെ എനിക്ക് കോളേജിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണല്ലോ. വീരു സൈക്കിളിനെ വളരെ വേഗതയോടെ ഓട്ടിച്ചു കൊണ്ടുപോയി. പക്ഷെ കോളേജിൽ പോകുന്നതിന് മുൻപ് തന്നെ അവന്റെ സൈക്കിൾ ടയർ പഞ്ചറായി പോയി. ഓ, ഈ സൈക്കിളിന് പഞ്ചറാവാൻ കണ്ട നേരം. ശരി, ഈ സൈക്കിള് തള്ളിക്കൊണ്ട് തന്നെ പോകാം. വരുമ്പോൾ എന്തെങ്കിലും പരിഹാരം കാണാം. വീരു സൈക്കിളിനെ തള്ളിക്കൊണ്ട് തന്നെ പോയി. കുറച്ചു സമയത്തിനകം തന്നെ അവൻ കോളേജിലെത്തി. പക്ഷെ അവൻ ഒരുപാട് ലേറ്റായി. പിന്നെ വെയിലും വളരെ മോശമായിരുന്നു. കുറച്ചു കുട്ടികൾ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനെ പോലെയുള്ളവർക്ക് ആരായി കോളേജിൽ അഡ്മിഷൻ കൊടുത്തത്? എന്തിനു വേണ്ടിയാണ് ഇവന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചു കയറ്റുന്നത്? നല്ല ഡ്രസ്സും ഇടത്തില്ല, കയ്യിലാണെങ്കിൽ ചെല്ലി കാശും ഇല്ല. വരുന്നതാണെങ്കിലോ സൈക്കിളിലും. നീ പറഞ്ഞത് ശരിയാണ്. ഇതുപോലുള്ളവന്മാരെ കാരണമാ കോളേജിന്റെ വില പോകുന്നത്, അറിയാമോ? അതൊക്കെ വിടറാ, നമുക്ക് എന്ത് സംഭവിക്കാനാ? നമുക്ക് പ്ലേസ്മെന്റ് കിട്ടണം. നാളെ ഇവന്മാരൊക്കെ നമുക്ക് ചായ കൊണ്ടുവന്ന് തരും. അവന്മാരങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷേ വീരുവിന് അവർ പറഞ്ഞത് കേട്ട് ഒരുപാട് വിഷമമായി. വീരുവിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞു. വീരു കോളേജിൽ നിന്നും വീട്ടിലേക്ക് എത്തി. വരുന്ന വഴിയിൽ ഒരു മുളക്കാട് ഉണ്ടായിരുന്നു. വീരു അവിടെ തന്നെ നിന്നു. ഇതെന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. വീരു മുളക്കാട്ടിൽ കിടന്നുറങ്ങി. എന്നിട്ട് ആ മുളയുടെ ഉയരം അവൻ നോക്കി. അവന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. എല്ലാരും എന്നെ കളിയാക്കുക. ഇപ്പൊ ഞാൻ തന്നെ സമ്പാദിച്ച് ഒരു ബൈക്ക് വാങ്ങിക്കണം. ഈ മുളകള് വെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ അതിൽ നിന്ന് കാശുണ്ടാക്കി ബൈക്ക് വാങ്ങിക്കാം. വീരു കുറച്ച് മുള കഷ്ണങ്ങൾ വെട്ടി അവന്റെ സൈക്കിളിൽ വെച്ചു. അത് അവൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. അപ്പോഴാണ് അവന്റെ മനസ്സിൽ ഒരു വിഷയം ഇൻവെന്റ് ചെയ്യാനുള്ള ഐഡിയ തോന്നിയത്. അവൻ ആ മുള കഷ്ണങ്ങൾ കൊണ്ട് ഒരു ബൈക്ക് തയ്യാർ ചെയ്തു. വീരു ബൈക്ക് തയ്യാർ ചെയ്യുന്ന ജോലിയിൽ ഇറങ്ങി. അപ്പോഴവിടേക്ക് നിമിത വന്നു. വയലിൽ പോയി ജോലി ചെയ്യാൻ പറയുമെന്ന് വിചാരിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ? അമ്മ, ഇത് ആവശ്യമില്ലാത്ത പണിയൊന്നുമല്ല. ഞാൻ ബാമ്പു കൊണ്ടൊരു ബൈക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിനക്കെന്താ, നീ ഒരു കുട്ടിയാണെന്ന് വിചാരമാണോ? ഇതുപോലെയുള്ള ബൊമ്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിട്ടേക്കമ്മേ, അവൻ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഇവന് ബൈക്കിനുള്ള തലയിലെടുത്തൊന്നും ഇല്ല. അപ്പൊ ഇതെങ്കിലും നടക്കട്ടെ. അതെ സിബു, നീ വളരെ ശരിയായിട്ടാണ് പറയുന്നത്. വീരു അവര് പറയുന്നതൊന്നും ചെവിയിൽ കേൾക്കാതെ 2 ദിവസമായി ബൈക്ക് തയ്യാർ ചെയ്യുകയായിരുന്നു. അവനൊരു നല്ല ഭംഗിയുള്ള ബൈക്ക് ഉണ്ടാക്കി. ഇത് കണ്ടിട്ട് സിബുവിന് വിഷമം തോന്നി. ഇനിയിപ്പം ബൈക്കിങ്ങാനും ഉണ്ടാക്കുവാണെങ്കിൽ എന്റെ വില പോകൂല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ.
സിബു ആ ബൈക്കിനെ കത്തിച്ചു കളഞ്ഞു. ഇത് കണ്ട് വീരുവിന് ഒരുപാട് വിഷമമായി. പക്ഷെ അവൻ അവന്റെ വിശ്വാസം കൈവിട്ടില്ല. എന്നിട്ട് അവൻ കാട്ടിൽ ചെന്ന് ബൈക്ക് തയ്യാർ ചെയ്തു. അതിലവൻ വിജയിക്കുകയും ചെയ്തു. കോളേജിൽ പ്ലേസ്മെന്റിന്റെ ഡേറ്റ് ആയിരുന്നു അത്. വീരു രാവിലെ തന്നെ റെഡിയായി. മോനെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ നന്നായിട്ട് മറുപടി പറയണം കേട്ടോ. എങ്ങനെയെങ്കിലും ജോലി വാങ്ങിക്കണം. നിന്റെ പരിശ്രമം വിജയിക്കട്ടെ. ശരി അച്ഛാ. ഇന്ന് സൈക്കിൾ ഇരിക്കട്ടെ, ബൈക്ക് എടുത്തുകൊണ്ട് പോ. ലേറ്റ് ആയാ പിന്നെ ജോലി കിട്ടില്ല. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. വീരു അവിടെ നിന്നും നടന്നുപോയി. കാട്ടിൽ അവന്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. വീരു അവന്റെ ബൈക്കിൽ ചെന്നിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് അവൻ കോളേജിലേക്ക് പോയി. അവിടെ എല്ലാരും ബാംബു ബൈക്ക് കണ്ടപ്പോൾ ആശ്ചര്യത്തിലായിപ്പോയി. വാവ്, എന്താ ഇത്? ഇത് ശരിക്കും അടിപൊളി ബൈക്ക് തന്നെയാണ്. ഇവനിത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചായിരിക്കും. കാശില്ലാത്തവനെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? വീര് വിചാരിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇതുപോലെയുള്ള ബൈക്കിൽ ചെന്നാൽ പ്ലേസ്മെന്റ് ഉറപ്പായിട്ട് കിട്ടുന്ന. അത് കൊള്ളാം കേട്ടോ. പക്ഷെ ഈ സ്പോർട്സ് ബൈക്കിന്റെ കാലത്ത് ഈ ബൈക്കൊക്കെ വർക്കൗട്ട് ആകുമോ? എല്ലാരും മുന്നേറിക്കൊണ്ടിരിക്കുവാണ്. ഇവനാണെങ്കിൽ പുറകോട്ട് പോയി ആദിവാസിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യന്മാരൊക്കെ വീരുവിനെ ഭയങ്കരമായി കളിയാക്കി. ഒരു പ്രൊഫസർ ആ ബൈക്കിനെ കണ്ടു. അദ്ദേഹം വീരുവിന്റെ ബൈക്കിനെ പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു സമയത്തിനകം ഇന്റർവ്യൂ കഴിഞ്ഞു. എല്ലാ സ്റ്റുഡൻസും ഒരു ഹാളിൽ വന്ന് കൂടി നിന്നു. ഏയ്, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്നെ ആരാ സെലക്ട് ചെയ്തത്? പോ, നിന്റെ വീട്ടിലേക്ക് പോ. വീരു എന്തോ പറയാൻ വന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ പ്രൊഫസർ മൈക്കിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്നൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇവൻ കാരണം നമ്മുടെ കോളേജിന് നല്ല പേര് കിട്ടിയിരിക്കുകയാണ്. പ്രകൃതിദത്ത സാധനങ്ങളുടെ ഗുണനിലവാരവും. ഇതുമൂലം നമ്മളെ പൊല്യൂഷൻ ബാധിക്കുകയും ഇല്ല. പിന്നെ ഇത് വെള്ളത്തിലോടുന്ന ബൈക്ക് ആയതുകൊണ്ട് ഇതിന് പെട്രോളിന്റെയും ആവശ്യമില്ല. സാധാരണക്കാർക്കും ഇത് ഉപയോഗിക്കാം. എല്ലാരും കൈ തട്ടാൻ തുടങ്ങി. നമ്മുടെ കോളേജിന്റെ പേര് ഉയർത്തിയ ആ സ്റ്റുഡന്റിന്റെ പേരാണ് വീരു. വീരുവിനെ ഒരു കമ്പനി നല്ല പാക്കേജില് തങ്ങളുടെ കമ്പനിയിൽ ബാംബു ബൈക്ക് ഉണ്ടാക്കുവാനായി ജോലി കൊടുത്തിരിക്കുകയാണ്. എല്ലാരും വീരുവിന് വേണ്ടി കൈതട്ടി. വീരുവിന് സമ്മാനം കിട്ടി. അവൻ ബാംബു ബൈക്കുമായി വീട്ടിലേക്ക് വന്നു. എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അച്ഛൻ മദന് വളരെ സന്തോഷം തോന്നി. അമ്മയ്ക്കും മോനും ഒരുപാട് കഷ്ടം തോന്നി. ഗ്രാമവാസികളൊക്കെ വീരുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാരും ആ ബാംബു ബൈക്ക് കാണാനായി എത്തി. ഒരു ഗ്രാമത്തിൽ മദൻ തന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുകയായിരുന്നു. മദന് സെക്കൻഡ് മാരേജ് നിമിതയോടൊപ്പം നടന്നു. മദന് 2 മകന്മാരുണ്ടായിരുന്നു, സിബു പിന്നെ വീരു. പക്ഷെ നിമിതയ്ക്ക് സിബുവിനോടായിരുന്നു സ്നേഹം കൂടുതൽ. വീരു പഠിക്കുന്നതോടൊപ്പം തന്നെ വയലിൽ തന്റെ അച്ഛന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. സിബു സന്തോഷത്തോടെ പാൽ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ വീരു പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടേക്ക് നിമിത വന്നു. സന്ധ്യയായി, വയലിലേക്ക് പോകേണ്ടത് തന്നല്ലോ. എപ്പോഴും ഇങ്ങനെ ബുക്ക് തന്നെ വായിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാനാ? അമ്മേ, പഠിക്കേണ്ടതും പ്രധാനമല്ലേ? ബുക്ക് നമുക്ക് ആഹാരം നൽകില്ല. അമ്മേ, സിംബുവിന് ഒരു പണിയില്ലല്ലോ. അപ്പൊ അവനെ പാടത്തിലോട്ട് അയക്ക്. എന്തിനാ നീ എപ്പോഴും സിബുവിനെ കുറ്റം പറയുന്നത്? നീ എണീറ്റ് പോ. സിബു വയലിലേക്ക് പോയാൽ കറുത്തു പോകും. ശരി, ഞാൻ തന്നെ പൊയ്ക്കോളാം. പക്ഷെ ഞാൻ ബൈക്കും കൊണ്ടേ പോകൂ. ഇല്ല, നടന്നു പോ. നീ എന്താ നാട്ടിലേക്കാണോ പോകുന്നേ? ബൈക്കിൽ പോകാൻ. വീരു ഒന്നും സംസാരിച്ചില്ല. ബുക്ക് മൂടി വെച്ചിട്ട് വയലിലേക്ക് പോയി. ഒരു ദിവസം രാവിലെ വീരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി നഗരത്തിലേക്ക് പോയി. അച്ഛ, എനിക്ക് ബൈക്ക് വേണം. എങ്ങനെ അച്ഛാ ഞാൻ നടന്നുപോയി അത്രയും സാധനങ്ങൾ കൊണ്ടുവരിക? ഈ വീട്ടിൽ എനിക്ക് എങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മോനെ. ആ, എന്നെ ചീത്തയെന്ന് പറയടാ. അമ്മ, എനിക്ക് ബൈക്ക് താ. നിമിത എന്തോ പറയാൻ വന്നപ്പോൾ അതിനു മുൻപ് തന്നെ സിബു പറഞ്ഞു, അമ്മേ, എന്റെ ബൈക്ക് ആർക്കും കൊടുക്കരുത്. ഇവന് വേണമെങ്കിൽ സൈക്കിൾ എടുക്കാമല്ലോ. എനിക്ക് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോണം. എനിക്ക് ബൈക്ക് വേണം. അതിന് ഗ്രൗണ്ട് ഇവിടെ അടുത്തല്ലേ? നിനക്ക് വേണമെങ്കിൽ നടന്നു പോകാലോ. പക്ഷെ ഇത്രയും സാധനങ്ങൾ ഞാൻ എങ്ങനെയാ കൊണ്ടുവരിക? എപ്പോ നോക്കിയാലും എന്റെ മോനോട് തന്നെ തല്ലുകൂടല്ലേ. നീ പോ, നീ എങ്ങനെ വേണമെങ്കിലും പോ. പക്ഷെ ബൈക്ക് തരില്ല. വീരുവിന് ബൈക്ക് കിട്ടിയില്ല. പിന്നെ ഇന്നും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ അവൻ സൈക്കിളിൽ തന്നെ നഗരത്തിലേക്ക് പോയി. സിബു അവന്റെ അമ്മ കാരണം വല്ലാതെ മോശമായി പോവുകയായിരുന്നു. അതുകൊണ്ട് അവൻ വീട്ടിലും ഒരു ജോലിയും ചെയ്യില്ല, വയലിലും ചെയ്യില്ല. അവൻ സ്കൂളിലും പോകില്ല. പക്ഷെ വീരു കോളേജിൽ പഠിക്കാൻ പോയി. വീരുവിന് അന്ന് കോളേജിൽ പോകാൻ സമയമായി. വീട്ടുകാരോട് ബൈക്ക് വാങ്ങിത്തരാൻ പറഞ്ഞാൽ അവരാരും വാങ്ങിത്തരില്ല. ഇവിടുന്ന് കോളേജിലേക്ക് 25 കിലോമീറ്റർ ദൂരമുണ്ട്. സൈക്കിളിൽ വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പോഴാണെങ്കിൽ സാധനങ്ങളും കൊണ്ടുവരണം. പക്ഷെ എനിക്ക് കോളേജിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണല്ലോ. വീരു സൈക്കിളിനെ വളരെ വേഗതയോടെ ഓട്ടിച്ചു കൊണ്ടുപോയി. പക്ഷെ കോളേജിൽ പോകുന്നതിന് മുൻപ് തന്നെ അവന്റെ സൈക്കിൾ ടയർ പഞ്ചറായി പോയി. ഓ, ഈ സൈക്കിളിന് പഞ്ചറാവാൻ കണ്ട നേരം.
ശരി, ഈ സൈക്കിള് തള്ളിക്കൊണ്ട് തന്നെ പോകാം. വരുമ്പോൾ എന്തെങ്കിലും പരിഹാരം കാണാം. വീരു സൈക്കിളിനെ തള്ളിക്കൊണ്ട് തന്നെ പോയി. കുറച്ചു സമയത്തിനകം തന്നെ അവൻ കോളേജിലെത്തി. പക്ഷെ അവൻ ഒരുപാട് ലേറ്റായി. പിന്നെ വെയിലും വളരെ മോശമായിരുന്നു. കുറച്ചു കുട്ടികൾ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനെ പോലെയുള്ളവർക്ക് ആരായി കോളേജിൽ അഡ്മിഷൻ കൊടുത്തത്? എന്തിനു വേണ്ടിയാണ് ഇവന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചു കയറ്റുന്നത്? നല്ല ഡ്രസ്സും ഇടത്തില്ല, കയ്യിലാണെങ്കിൽ ചെല്ലി കാശും ഇല്ല. വരുന്നതാണെങ്കിലോ സൈക്കിളിലും. നീ പറഞ്ഞത് ശരിയാണ്. ഇതുപോലുള്ളവന്മാരെ കാരണമാ കോളേജിന്റെ വില പോകുന്നത്, അറിയാമോ? അതൊക്കെ വിടറാ, നമുക്ക് എന്ത് സംഭവിക്കാനാ? നമുക്ക് പ്ലേസ്മെന്റ് കിട്ടണം. നാളെ ഇവന്മാരൊക്കെ നമുക്ക് ചായ കൊണ്ടുവന്ന് തരും. അവന്മാരങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷേ വീരുവിന് അവർ പറഞ്ഞത് കേട്ട് ഒരുപാട് വിഷമമായി. വീരുവിന്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞു. വീരു കോളേജിൽ നിന്നും വീട്ടിലേക്ക് എത്തി. വരുന്ന വഴിയിൽ ഒരു മുളക്കാട് ഉണ്ടായിരുന്നു. വീരു അവിടെ തന്നെ നിന്നു. ഇതെന്താന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. വീരു മുളക്കാട്ടിൽ കിടന്നുറങ്ങി. എന്നിട്ട് ആ മുളയുടെ ഉയരം അവൻ നോക്കി. അവന്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. എല്ലാരും എന്നെ കളിയാക്കുക. ഇപ്പൊ ഞാൻ തന്നെ സമ്പാദിച്ച് ഒരു ബൈക്ക് വാങ്ങിക്കണം. ഈ മുളകള് വെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാം. അങ്ങനെ അതിൽ നിന്ന് കാശുണ്ടാക്കി ബൈക്ക് വാങ്ങിക്കാം. വീരു കുറച്ച് മുള കഷ്ണങ്ങൾ വെട്ടി അവന്റെ സൈക്കിളിൽ വെച്ചു. അത് അവൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. അപ്പോഴാണ് അവന്റെ മനസ്സിൽ ഒരു വിഷയം ഇൻവെന്റ് ചെയ്യാനുള്ള ഐഡിയ തോന്നിയത്. അവൻ ആ മുള കഷ്ണങ്ങൾ കൊണ്ട് ഒരു ബൈക്ക് തയ്യാർ ചെയ്തു. വീരു ബൈക്ക് തയ്യാർ ചെയ്യുന്ന ജോലിയിൽ ഇറങ്ങി. അപ്പോഴവിടേക്ക് നിമിത വന്നു. വയലിൽ പോയി ജോലി ചെയ്യാൻ പറയുമെന്ന് വിചാരിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നോ? അമ്മ, ഇത് ആവശ്യമില്ലാത്ത പണിയൊന്നുമല്ല. ഞാൻ ബാമ്പു കൊണ്ടൊരു ബൈക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിനക്കെന്താ, നീ ഒരു കുട്ടിയാണെന്ന് വിചാരമാണോ? ഇതുപോലെയുള്ള ബൊമ്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിട്ടേക്കമ്മേ, അവൻ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഇവന് ബൈക്കിനുള്ള തലയിലെടുത്തൊന്നും ഇല്ല. അപ്പൊ ഇതെങ്കിലും നടക്കട്ടെ. അതെ സിബു, നീ വളരെ ശരിയായിട്ടാണ് പറയുന്നത്. വീരു അവര് പറയുന്നതൊന്നും ചെവിയിൽ കേൾക്കാതെ 2 ദിവസമായി ബൈക്ക് തയ്യാർ ചെയ്യുകയായിരുന്നു. അവനൊരു നല്ല ഭംഗിയുള്ള ബൈക്ക് ഉണ്ടാക്കി. ഇത് കണ്ടിട്ട് സിബുവിന് വിഷമം തോന്നി. ഇനിയിപ്പം ബൈക്കിങ്ങാനും ഉണ്ടാക്കുവാണെങ്കിൽ എന്റെ വില പോകുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. സിബു ആ ബൈക്കിനെ കത്തിച്ചു കളഞ്ഞു. ഇത് കണ്ട് വീരുവിന് ഒരുപാട് വിഷമമായി. പക്ഷെ അവൻ അവന്റെ വിശ്വാസം കൈവിട്ടില്ല. എന്നിട്ട് അവൻ കാട്ടിൽ ചെന്ന് ബൈക്ക് തയ്യാർ ചെയ്തു. അതിലവൻ വിജയിക്കുകയും ചെയ്തു. കോളേജിൽ പ്ലേസ്മെന്റിന്റെ ഡേറ്റ് ആയിരുന്നു അത്. വീരു രാവിലെ തന്നെ റെഡിയായി. മോനെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ നന്നായിട്ട് മറുപടി പറയണം കേട്ടോ. എങ്ങനെയെങ്കിലും ജോലി വാങ്ങിക്കണം. നിന്റെ പരിശ്രമം വിജയിക്കട്ടെ. ശരി അച്ഛാ. ഇന്ന് സൈക്കിൾ ഇരിക്കട്ടെ, ബൈക്ക് എടുത്തുകൊണ്ട് പോ. ലേറ്റ് ആയാ പിന്നെ ജോലി കിട്ടില്ല. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. വീരു അവിടെ നിന്നും നടന്നുപോയി. കാട്ടിൽ അവന്റെ ബൈക്ക് ഉണ്ടായിരുന്നു. അത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. വീരു അവന്റെ ബൈക്കിൽ ചെന്നിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്ത് അവൻ കോളേജിലേക്ക് പോയി. അവിടെ എല്ലാരും ബാമ്പു ബൈക്ക് കണ്ടപ്പോൾ ആശ്ചര്യത്തിലായിപ്പോയി. വാവ്, എന്താ ഇത്? ഇത് ശരിക്കും അടിപൊളി ബൈക്ക് തന്നെയാണ്. ഇവനിത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചായിരിക്കും. കാശില്ലാത്തവനെ കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? വീര് വിചാരിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? ഇതുപോലെയുള്ള ബൈക്കിൽ ചെന്നാൽ പ്ലേസ്മെന്റ് ഉറപ്പായിട്ട് കിട്ടൂന്നാ. അത് കൊള്ളാം കേട്ടോ. പക്ഷെ ഈ സ്പോർട്സ് ബൈക്കിന്റെ കാലത്ത് ഈ ബൈക്കൊക്കെ വർക്കൗട്ട് ആകുമോ? എല്ലാരും മുന്നേറിക്കൊണ്ടിരിക്കുവാണ്. ഇവനാണെങ്കിൽ പുറകോട്ട് പോയി ആദിവാസിയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യന്മാരൊക്കെ വീരുവിനെ ഭയങ്കരമായി കളിയാക്കി. ഒരു പ്രൊഫസർ ആ ബൈക്കിനെ കണ്ടു. അദ്ദേഹം വീരുവിന്റെ ബൈക്കിനെ പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു സമയത്തിനകം ഇന്റർവ്യൂ കഴിഞ്ഞു. എല്ലാ സ്റ്റുഡൻസും ഒരു ഹാളിൽ വന്ന് കൂടി നിന്നു. ഏയ്, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? നിന്നെ ആരാ സെലക്ട് ചെയ്തത്? ഓ, നിന്റെ വീട്ടിലേക്ക് പോ. വീരു എന്തോ പറയാൻ വന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ പ്രൊഫസർ മൈക്കിൽ സംസാരിക്കാൻ തുടങ്ങി. ഇന്നൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഇവൻ കാരണം നമ്മുടെ കോളേജിന് നല്ല പേര് കിട്ടിയിരിക്കുകയാണ്. പ്രകൃതിദത്ത സാധനങ്ങളുടെ ഗുണനിലവാരവും. ഇതുമൂലം നമ്മളെ പൊല്യൂഷൻ ബാധിക്കുകയും ഇല്ല. പിന്നെ ഇത് വെള്ളത്തിൽ ഓടുന്ന ബൈക്ക് ആയതുകൊണ്ട് ഇതിന് പെട്രോളിന്റെയും ആവശ്യമില്ല. സാധാരണക്കാർക്കും ഇത് ഉപയോഗിക്കാം. എല്ലാരും കൈ തട്ടാൻ തുടങ്ങി. നമ്മുടെ കോളേജിന്റെ പേര് ഉയർത്തിയ ആ സ്റ്റുഡന്റിന്റെ പേരാണ് വീരു. വീരുവിനെ ഒരു കമ്പനി നല്ല പാക്കേജില് തങ്ങളുടെ കമ്പനിയിൽ ബാംബു ബൈക്ക് ഉണ്ടാക്കുവാനായി ജോലി കൊടുത്തിരിക്കുകയാണ്. എല്ലാരും വീരുവിന് വേണ്ടി കൈതട്ടി. വീരുവിന് സമ്മാനം കിട്ടി. അവൻ ബാംബു ബൈക്കുമായി വീട്ടിലേക്ക് വന്നു. എല്ലാരോടും കാര്യങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അച്ഛൻ മദന് വളരെ സന്തോഷം തോന്നി. അമ്മയ്ക്കും മോനും ഒരുപാട് കഷ്ടം തോന്നി. ഗ്രാമവാസികളൊക്കെ വീരുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാരും ആ ബാംബു ബൈക്ക് കാണാനായി എത്തി.